ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് നല്ല അടിപൊളി ബ്രെഡ് ചീസ് റോൾ എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. നമുക്ക് ആദ്യം മസാല ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അതിന് വേണ്ടി ഇവിടെ 3 മീഡിയം സൈസിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തോല് കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുക്കാം. നല്ല വേവിക്കണം കേട്ടോ. അപ്പോൾ പഴത്തിൻ്റെ തോല് പോലെ ഉരുളക്കിഴങ്ങിൻ്റെ തോല് ഉരുവി വരും. നമുക്കിനി ഈ സാധനം കൊണ്ട് ഉടച്ചെടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് ഉടയുണ്ടേ. ഉരുളക്കിഴങ്ങ് ഇപ്പം നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇതിനി ഇവിടെ ഇരുന്നോട്ടെ. നമുക്കിനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിക്കാം. ഇത് കരടാണ് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. നമുക്കിനി ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാനിവിടെ ചെറിയ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം, ഉള്ളിയുടെ കൂടെ. ഇനി ഇളക്കാം. ഉള്ളി വല്ലാതെ വേവൊന്നും വേണ്ട, ഒന്ന് വാടിയാൽ മതിയേ. ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറട്ടെ. ഇതാ പച്ചമുളകും ഉള്ളിയും ഈ ലെവലിൽ വാടിയാൽ മതിയേ. അതിൻ്റെ കൂടെ നമ്മളിട്ട വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും പച്ചമുളകൊക്കെ മാറിയിട്ട് നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ കുറവായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെയും കൂടി പാകത്തിന് വേണം ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ മസാലയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പോൾ നമ്മുടെ മസാലയുള്ള പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നമുക്കിനി ഇതിലെ കൂടെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇതാ മല്ലിച്ചപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മല്ലിയിലൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇറക്കി വെക്കാം. ഇതില്ലേ എല്ലാം നല്ല കുഴഞ്ഞ് നല്ല വാടിയിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെക്കാം. നമുക്ക് ഇതിന് വേണ്ടത് പ്രധാനമായിട്ട് ബ്രെഡാണ്. നമുക്കിനി ബ്രെഡ് ശരിയാക്കി എടുക്കാം. നമുക്കിനി ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ബ്രെഡ് എടുത്തിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ പരത്തുക. ഇതേപോലെ നമുക്ക് എല്ലാതും പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റോളാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു ബ്രെഡ് എടുക്കാം. കയ്യിലെങ്ങനെ വെക്കാം. കയ്യിൽ വെച്ചിട്ട് കുറച്ച് മസാല എടുത്ത് ഈ ബ്രെഡിലിങ്ങനെ വെച്ച് കൊടുക്കുക. ബ്രെഡിൻ്റെ നടുക്കാണ് മസാല വെക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. ചെറുതായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം ഒരു ചീസ് എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക.
എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ചുകൂടി മസാല വെക്കുക. മസാല വെച്ചിട്ട് ചീസ് മസാല കൊണ്ട് മൂടുക. കണ്ടില്ലേ, ഇപ്പോൾ ചീസ് കാണാനില്ല. ഇനി നമുക്കിങ്ങനെ മടക്കാം. ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് റോളാക്കാം. റോളാക്കിയിട്ട് നമുക്ക് ഈ മൂലം ഈ വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കാം. മുക്കി അങ്ങനെ വെക്കരുത്, മുക്കിയിട്ട് അപ്പം തന്നെ എടുക്കുകയും വേണം. അപ്പോൾ ഈ മൂലയിൽ നമ്മൾ വെള്ളം മുക്കുമ്പോൾ ഇപ്പുറത്തെ മൂലയും കൂടി ഇനി മുക്കി കൊടുക്കുക. ഈ മൂലയിൽ നമ്മൾ വെള്ളം മുക്കുമ്പോൾ തന്നെ ബ്രെഡ് മുഴുവനും വെള്ളമാവും. അതുകൊണ്ട് ബ്രെഡ് മൊത്തത്തിൽ മുക്കരുത്, ആ 2 സൈഡ് മൂലയിൽ മാത്രമേ മുക്കി കൊടുക്കാൻ പാടുള്ളൂ. അപ്പം തന്നെ ഇത് കണ്ടില്ലേ എല്ലായിടത്തും വെള്ളം പെട്ടത്. ഇനി നമുക്കിത് ഈ ബ്രെഡിൻ്റെ ഇതിലൊന്ന് ഇട്ട് മുക്കിയെടുക്കാം. ഇങ്ങനെ ഒന്ന് എടുക്കാം. ഇനി ഒന്നുകൂടി നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. ഈ മൂലയും കൂടി ഒന്നുകൂടി മുക്കിയെടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മളെ ബ്രെഡ് റോള് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവരും ഇതേപോലെ ആക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാതും റോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച എണ്ണയിൽ ഇത് ഇട്ട് കൊടുക്കാം. ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, എണ്ണ തെറിക്കുവേ. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. ഇത് മസാലയും ഉരുളക്കിഴങ്ങും എല്ലാം വെന്ത സാധനമാണ് നമ്മൾ റോളാക്കിയത്. അപ്പോൾ അത് വല്ലാതെ വേകാനൊന്നുമില്ല. ഇതിൻ്റെ പുറം ഒരു ബ്രൗൺ കളറാവുമ്പോൾ എടുക്കുക, വല്ലാതെ വേവിക്കാനൊന്നും നിൽക്കണ്ട. ഇതൊന്ന് കളർ മാറിയിട്ടുണ്ട്, നമുക്കിനി ഇതെടുക്കാം. നമുക്കിനി എല്ലാതും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചീസ് ബ്രെഡ് റോള് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മുറിച്ച് നോക്കാവേ. അയ്യവാ, കണ്ടില്ലേ ചീസ് ഇങ്ങനെ വല പോലെ വന്നിക്കണ കണ്ടില്ലേ. അയ്യവാ, നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ഇത് ചെറിയ ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നമ്മുടെ ബ്രെഡ് ചീസ് റോള് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാൻ കൂടി മറക്കല്ലേട്ടോ മക്കളെ.